അധ്യായം 38. സ്വാദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 88. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ. സ്വാദ്. ഉദ്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം. ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്. എന്നാൽ സത്യനിഷേധികൾ അഹന്തയിലും കിടമത്സരത്തിലുമാണ്. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസ്. ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ അലമുറയിട്ടു, എന്നാൽ അത് രക്ഷപ്പെടാനുള്ള അവസരമായിരുന്നില്ല. വഅജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. തങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ തങ്ങളിലേക്ക് വന്നത് ഇക്കൂട്ടരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരൻ തന്നെ. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇവൻ സകല ദൈവങ്ങളെയും ഒരൊറ്റ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണോ? എങ്കിൽ ഇത് വല്ലാത്തൊരു വിസ്മയകരമായ കാര്യം തന്നെ. വൻതലഖൽ മലഉ മിൻഹും അനിംശൂ വസ്ബിറൂ അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. പ്രമാണിമാർ ഇങ്ങനെ പറഞ്ഞു സ്ഥലം വിട്ടു, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, ഇത് ഉദ്ദേശപൂർവം ചെയ്യുന്ന കാര്യം തന്നെ. മാ സമിഅ്നാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറതി ഇൻ ഹാദാ ഇല്ലാ ഇഖ്തിലാഖ്. അവസാനം വന്നെത്തിയ സമുദായത്തിൽ ഇതേപ്പറ്റി ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, ഇതൊരു കൃത്രിമ സൃഷ്ടി മാത്രമാണ്. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. നമുക്കിടയിൽ നിന്ന് ഇവനാണോ ഉദ്ബോധനം ഇറക്കിക്കിട്ടിയത്? എന്നാൽ അങ്ങനെയല്ല, ഇവർ എന്റെ ഉദ്ബോധനത്തെ സംബന്ധിച്ച് തികഞ്ഞ സംശയത്തിലാണ്. ഇവർ ഇതേവരെ നമ്മുടെ ശിക്ഷ ആസ്വദിക്കാത്തതിനാലാണിത്. അം ഇൻദഹും ഖസാഇനു റഹ്മതി റബ്ബികൽ അസീസിൽ വഹ്ഹാബ്. അതല്ല, പ്രതാപിയും അത്യുദാരനുമായ നിന്റെ നാഥന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങൾ ഇവരുടെ വശമാണോ? أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. അതുമല്ലെങ്കിൽ ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും ആധിപത്യം ഇവർക്കാണോ? എങ്കിൽ ആ മാർഗങ്ങളിലൂടെ ഇവരൊന്ന് കയറി നോക്കട്ടെ. ജുൻദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. ഇവിടെയുള്ളത് ഒരു സൈനിക സംഘമാണ്, വിവിധ കക്ഷികളിൽ നിന്നുള്ളവരാണ്, തോൽക്കാൻ പോകുന്ന ദുർബല സംഘം. كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد. ഇവർക്കു മുമ്പ് നൂഹിന്റെ ജനതയും ആദും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ആണിയടിച്ചുറപ്പിച്ചിരുന്ന ഫിർഔനും. وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب. സമൂദ് സമുദായവും ലൂത്തിന്റെ ജനതയും ഐക്യനിവാസികളും ഇതുതന്നെ ചെയ്തിട്ടുണ്ട്. അവരാണ്
ആ സംഘങ്ങൾ. إن كل إلا كذب الرسل فحق عقاب. ദൈവദൂതന്മാരെ തള്ളിപ്പറയാത്ത ആരും അവരിലില്ല. അതിനാൽ എന്റെ ശിക്ഷ അനിവാര്യമായി തീർന്നു. وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق. ഒരൊറ്റ ഘോരഗർജനം മാത്രമാണ് ഇക്കൂട്ടർ കാത്തിരിക്കുന്നത്. അതിനുശേഷം കാലതാമസമുണ്ടാവില്ല. وقالوا ربنا عجل لنا قطنا قبل يوم الحساب. ഇവർ പറയുന്നു, ഞങ്ങളുടെ നാഥ, വിചാരണ നാളിന് മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ വിഹിതം ഞങ്ങൾക്ക് നീ വേഗം നൽകണമേ. اصبر على ما يقولون واذكر عبدنا داود ذا الأيد إنه أواب. ഇവർ പറയുന്നതൊക്കെ ക്ഷമിക്കുക. നമ്മുടെ കരുത്തനായ ദാസൻ ദാവൂദിന്റെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം ഖേദിച്ചു മടങ്ങിയവനാണ്. إنا سخرنا الجبال معه يسبحن بالعشي والإشراق. മലകളെ നാം അദ്ദേഹത്തിന് അധീനപ്പെടുത്തി. അങ്ങനെ വൈകുന്നേരവും രാവിലെയും അവ അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനം ചെയ്യാറുണ്ടായിരുന്നു. والطير محشورة كل له أواب. ഒരുമിച്ച് പറക്കുന്ന പറവകളെയും നാം അദ്ദേഹത്തിന് വിധേയമാക്കി. എല്ലാം അവന്റെ സങ്കീർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. وشددنا ملكه وآتيناه الحكمة وفصل الخطاب. അദ്ദേഹത്തിന്റെ ആധിപത്യം നാം ഭദ്രമാക്കി. അദ്ദേഹത്തിന് നാം തത്വജ്ഞാനം നൽകി. തീർപ്പ് കൽപ്പിക്കാൻ പോന്ന സംസാരശേഷിയും. وهل أتاك نبأ الخصم إذ تسوروا المحراب. ആ വഴക്കിടുന്ന കക്ഷികൾ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ മതിൽ കയറി മറിഞ്ഞു വന്നപ്പോഴത്തെ വാർത്ത നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ? إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. അവർ ദാവൂദിന്റെ അടുത്ത് കടന്നു ചെന്ന സന്ദർഭം അദ്ദേഹം അവരെ കണ്ട് പരിഭ്രാന്തനായി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, തർക്കത്തിലുള്ള രണ്ട് കക്ഷികളാണ് ഞങ്ങൾ. ഞങ്ങളിൽ ഒരു കൂട്ടർ മറുകക്ഷിയോട് അതിക്രമം കാണിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങ് ഞങ്ങൾക്കിടയിൽ ന്യായമായ നിലയിൽ തീർപ്പുണ്ടാക്കണം. നീതികേട് കാട്ടരുത്. ഞങ്ങളെ നേർവഴിയിൽ നയിക്കുകയും വേണം. إن هذا أخي له 99 نعجة ولي نعجة واحدة فقال أكفلنيها وعزني في الخطاب. ഇതാ, ഇവൻ എന്റെ സഹോദരനാണ്. ഇവന് 99 പെണ്ണാടുണ്ട്, എനിക്കൊരു പെണ്ണാടും. എന്നിട്ടും ഇവൻ പറയുന്നു, അതും കൂടി തനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. വർത്തമാനത്തിൽ ഇവൻ എന്നെ തോൽപ്പിക്കുകയാണ്. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم. وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. ദാവൂദ് പറഞ്ഞു, തന്റെ ആടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ ആടിനെ കൂടി ആവശ്യപ്പെടുന്നതിലൂടെ അവൻ നിന്നോട് അനീതി ചെയ്യുകയാണ്. കൂട്ടാളികളായി കഴിയുന്നവരിലേറെ പേരും
പരസ്പരം അതിക്രമം പ്രവർത്തിക്കുന്നവരാണ്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അത്തരക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ദാവൂദിന് മനസ്സിലായി നാം അദ്ദേഹത്തെ പരീക്ഷിച്ചതായിരുന്നുവെന്ന്. അതിനാൽ അദ്ദേഹം തന്റെ നാഥനോട് പാപമോചനം തേടി കുമ്പിട്ടു വീണു പശ്ചാത്തപിച്ചു. فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. അപ്പോൾ നാം അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ സന്നിധിയിൽ അടുത്ത സ്ഥാനമുണ്ട്, ഉത്തമമായ പര്യവസാനവും. يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. അല്ലാഹു പറഞ്ഞു, അല്ലയോ ദാവൂദ്, നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ നമ്മുടെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. അതിനാൽ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക. തന്നിഷ്ടത്തെ പിൻപറ്റരുത്. അത് നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അവർ വിചാരണ നാളിനെ മറന്നുകളഞ്ഞതിനാലാണിത്. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും നാം വെറുതെ സൃഷ്ടിച്ചതല്ല. അത് സത്യനിഷേധികളുടെ ധാരണയാണ്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കുള്ളതാണ് നരകശിക്ഷയുടെ കൊടും നാശം. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. അല്ല, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെയാക്കുമോ? അതല്ല, ഭക്തന്മാരെ നാം തമ്മാടികളെപ്പോലെയാക്കുമോ? كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. നിനക്ക് നാം ഇറക്കിത്തന്ന അനുഗ്രഹീതമായ വേദപുസ്തകമാണിത്. ഇതിലെ വചനങ്ങളെപ്പറ്റി ഇവർ ചിന്തിച്ചറിയാൻ, വിവേകശാലികൾ പാഠം ഉൾക്കൊള്ളാനും. ووهبنا لداود سليمان نعم العبد إنه أواب. ദാവൂദിന് നാം സുലൈമാനെ സമ്മാനിച്ചു. എത്ര നല്ല ദാസൻ! തീർച്ചയായും അദ്ദേഹം പശ്ചാത്താപ മനസ്ഥിതിക്കാരനാണ്. إذ عرض عليه بالعشي الصافنات الجياد. കുതിച്ചുപായാൻ തയ്യാറായി നിൽക്കുന്ന മേത്തരം കുതിരകൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന സന്ദർഭം. فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമ്പത്തിനെ സ്നേഹിക്കുന്നത് എന്റെ നാഥനെ സ്മരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ആ കുതിരകൾ മുന്നിൽ നിന്ന് പോയി മറഞ്ഞു. ردوها علي فطفق مسحا بالسوق والأعناق. അദ്ദേഹം കൽപ്പിച്ചു, നിങ്ങൾ അവയെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് അദ്ദേഹം
അവയുടെ കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി. وَلَقَدْ فَتَنَّا سُلَيْمَانَ وَأَلْقَيْنَا عَلَى كُرْسِيِّهِ جَسَدًا ثُمَّ أَنَابَ. സുലൈമാനെയും നാം പരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ജഡം കൊണ്ടിട്ടു. പിന്നെ അദ്ദേഹം ഖേദിച്ചു മടങ്ങി. قَالَ رَبِّ اغْفِرْ لِي وَهَبْ لِي مُلْكًا لَّا يَنبَغِي لِأَحَدٍ مِّن بَعْدِي إِنَّكَ أَنتَ الْوَهَّابُ. അദ്ദേഹം പറഞ്ഞു, നാഥ, എനിക്ക് നീ പുറത്തു തരേണമേ. എനിക്ക് ശേഷം മറ്റാർക്കും തരപ്പെടാത്ത രാജാധിപത്യം നീ എനിക്ക് നൽകണമേ. നീ തന്നെയാണ് എല്ലാം തരുന്നവൻ, തീർച്ച. فَسَخَّرْنَا لَهُ الرِّيحَ تَجْرِي بِأَمْرِهِ رُخَاءً حَيْثُ أَصَابَ. അപ്പോൾ നാം അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തിക്കൊടുത്തു. താൻ ഇച്ഛിക്കുന്നിടത്തേക്ക് തന്റെ കൽപ്പനപ്രകാരം അത് സൗമ്യമായി വീശിയിരുന്നു. وَالشَّيَاطِينَ كُلَّ بَنَّاءٍ وَغَوَّاصٍ. ചെകുത്താന്മാരെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. അവരിലെ എല്ലാ കെട്ടിട നിർമ്മാതാക്കളെയും മുങ്ങൽ വിദഗ്ധരെയും. وَآخَرِينَ مُقَرَّنِينَ فِي الْأَصْفَادِ. ചങ്ങലകളിട്ട് പൂട്ടിയ മറ്റു ചിലരെയും അധീനപ്പെടുത്തിക്കൊടുത്തു. هَذَا عَطَاؤُنَا فَامْنُنْ أَوْ أَمْسِكْ بِغَيْرِ حِسَابٍ. നമ്മുടെ സമ്മാനമാണിത്. അതിനാൽ നിനക്കവരോട് ഔദാര്യം കാണിക്കാം, അല്ലെങ്കിൽ അവരെ കൈവശം വയ്ക്കാം. ആരും അതേക്കുറിച്ച് ചോദിക്കുകയില്ല. وَإِنَّ لَهُ عِندَنَا لَزُلْفَى وَحُسْنَ مَآبٍ. സംശയമില്ല, അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് ഉറ്റ സാമീപ്യമുണ്ട്, മെച്ചപ്പെട്ട പര്യവസാനവും. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കുക. അദ്ദേഹം തന്റെ നാഥനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ചെകുത്താൻ എന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചല്ലോ. اركض برجلك هذا مغتسل بارد وشراب. നാം നിർദ്ദേശിച്ചു, നിന്റെ കാലുകൊണ്ട് നിലത്ത് ചവിട്ടുക. ഇതാ തണുത്ത വെള്ളം, കുളിക്കാനും കുടിക്കാനും. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. അദ്ദേഹത്തിന് തന്റെ ആളുകളെയും അവരോടൊപ്പം അത്ര തന്നെ വേറെ ആളുകളെയും നാം സമ്മാനിച്ചു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായാണത്, ബുദ്ധിശാലികൾക്ക് ഉദ്ബോധനമായും. وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. നാം പറഞ്ഞു, നീ ഒരു പിടി പുല്ല് കയ്യിലെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. അങ്ങനെ ശപഥം പാലിക്കുക. സംശയമില്ല, നാം അദ്ദേഹത്തെ അങ്ങേയറ്റം ക്ഷമാശീലനായി കണ്ടു, വളരെ നല്ല അടിമ. തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാകുന്നു. واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار. നമ്മുടെ ദാസന്മാരായ ഇബ്രാഹിം, ഇസ്ഹാക്ക്, യാക്കൂബ് എന്നിവരെയും ഓർക്കുക. കൈക്കരുത്തും ദീർഘദൃഷ്ടിയുമുള്ളവരായിരുന്നു അവർ. إنا أخلصناهم بخالصة ذكر الدار. പരലോകസ്മരണ എന്ന വിശിഷ്ട ഗുണം കാരണം
നാം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. وإنهم عندنا لمن المصطفين الأخيار. സംശയമില്ല, അവർ നമ്മുടെ അടുത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സച്ചരിതരിൽപ്പെട്ടവരാണ്. واذكر إسماعيل واليسع وذا الكفل وكل من الأخيار. ഇസ്മായിലിനെയും അൽയസൈനെയും ദുൽകിഫ്ലിനെയും ഓർക്കുക, ഇവരൊക്കെയും നല്ലവരായിരുന്നു. هذا ذكر وإن للمتقين لحسن مآب. ഇതൊരു ഉദ്ബോധനമാണ്. തീർച്ചയായും ഭക്തജനത്തിന് മെച്ചപ്പെട്ട വാസസ്ഥലമുണ്ട്. جنات عدن مفتحة لهم الأبواب. നിത്യവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങളാണത്. അതിന്റെ വാതിലുകൾ അവർക്കായി തുറന്നുവെച്ചവയാണ്. متكئين فيها يدعون فيها بفاكهة كثيرة وشراب. അവരവിടെ ചാരിയിരിക്കും. ധാരാളം പഴങ്ങളും പാനീയങ്ങളും യഥേഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. وعندهم قاصرات الطرف أتراب. അവരുടെ അടുത്ത് നോട്ടം നിയന്ത്രിക്കുന്ന സമപ്രായക്കാരായ തരുണികളുണ്ടായിരിക്കും. هذا ما توعدون ليوم الحساب. ഇതത്രേ വിചാരണ നാളിൽ നിങ്ങൾക്കു നൽകാമെന്ന് നാം വാഗ്ദാനം ചെയ്യുന്നത്. إن هذا لرزقنا ما له من نفاد. സംശയമില്ല, നാം നൽകുന്ന ജീവിത വിഭവങ്ങളാണിവ. അതൊരിക്കലും തീർന്നു പോവുകയില്ല. هذا وإن للطاغين لشر مآب. ഇതൊരവസ്ഥ. എന്നാൽ അതിക്രമികൾക്ക് വളരെ ചീത്തയായ വാസസ്ഥലമാണുണ്ടാവുക. جهنم يصلونها فبئس المهاد. നരകത്തീയാണത്. അവരതിൽ കത്തിയെരിയും. അതെത്ര ചീത്ത സങ്കേതം. هذا فليذوقوه حميم وغساق. ഇതാണവർക്കുള്ളത്. അതിനാൽ അവരിത് അനുഭവിച്ചു കൊള്ളട്ടെ. ചുട്ടുപൊള്ളുന്ന വെള്ളവും ചീഞ്ഞളിഞ്ഞ ചലവും. وآخر من شكله أزواج. ഇതുപോലുള്ള മറ്റു പലതരം ശിക്ഷകളും അവിടെയുണ്ട്. هذا فوج مقتحم معكم لا مرحبا بهم إنهم صالوا النار. അവരോട് അല്ലാഹു പറയും, ഇത് നിങ്ങളോടൊപ്പം നരകത്തിൽ തിങ്ങിക്കൂടാനുള്ള ആൾക്കൂട്ടമാണ്. അപ്പോഴവർ പറയും, ഇവർക്ക് സ്വാഗതോപചാരമൊന്നുമില്ല. തീർച്ചയായും ഇവർ നരകത്തിൽ കത്തിയെരിയേണ്ടവർ തന്നെ. قالوا بل أنتم لا مرحبا بكم أنتم قدمتموه لنا فبئس القرار. ആ കടന്നുവരുന്നവർ പറയും, അല്ല, നിങ്ങൾക്ക് തന്നെയാണ് സ്വാഗതോപചാരമില്ലാത്തത്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ ദുരവസ്ഥ വരുത്തിവെച്ചത്. വളരെ ചീത്ത സങ്കേതം തന്നെയാണിത്. قالوا ربنا من قدم لنا هذا فزده عذابا ضعفا في النار. അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ശിക്ഷ വരുത്തിവെച്ചവർക്ക് നീ നരകത്തീയിൽ ഇരട്ടി ശിക്ഷ നൽകണമേ. وقالوا ما لنا لا نرى رجالا كنا نعدهم من الأشرار. അവർ പറയും, നമുക്കെന്തു പറ്റി? ചീത്ത മനുഷ്യരെന്ന് നാം കരുതിയിരുന്ന പലരെയും ഇവിടെ കാണുന്നില്ലല്ലോ. أتخذناهم سخريا أم زاغت عنهم الأبصار. നാം അവരെ
പരിഹാസപാത്രമാക്കിയിരുന്നുവല്ലോ. അതല്ല, അവർ നമ്മുടെ കണ്ണിൽ പെടാത്തതാണോ? ഇന്ന ذلك لحق تخاصم أهل النار. നരകവാസികൾ തമ്മിലുള്ള തർക്കം തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. قل إنما أنا منذر وما من إله إلا الله الواحد القهار. നബിയെ പറയുക, ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അല്ലാഹുവല്ലാതെ ദൈവമില്ല, അവൻ ഏകനാണ്, സർവാധിപതിയും. رب السماوات والأرض وما بينهما العزيز الغفار. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും സംരക്ഷകനാണ്, പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. قل هو نبأ عظيم. പറയുക, ഇതൊരു മഹത്തായ സന്ദേശം തന്നെ. أنتم عنه معرضون. എന്നാൽ നിങ്ങൾ അതിനെ അവഗണിക്കുന്നവരാണ്. ما كان لي من علم بالملأ الأعلى إذ يختصمون. അത്യുന്നതങ്ങളിൽ വിശിഷ്ട സമൂഹം സംവാദം നടത്തിയ സന്ദർഭത്തെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയുമായിരുന്നില്ല. إن يوحى إلي إلا أنما أنا نذير مبين. അതേക്കുറിച്ച് എനിക്ക് ബോധനം ലഭിച്ചത് ഞാൻ വ്യക്തമായൊരു മുന്നറിയിപ്പുകാരൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. إذ قال ربك للملائكة إني خالق بشرا من طين. നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞു, ഉറപ്പായും ഞാൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. അങ്ങനെ ഞാൻ അവന് ആകാരം നൽകുകയും എന്റെ ആത്മാവിൽ നിന്ന് അതിലൂതുകയും ചെയ്താൽ നിങ്ങൾ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. فسجد الملائكة كلهم أجمعون. അപ്പോൾ മലക്കുകളൊക്കെയും സുജൂദ് ചെയ്തു. إلا إبليس استكبر وكان من الكافرين. ഇബ്ലീസ് ഒഴികെ അവൻ അഹങ്കരിച്ചു, അങ്ങനെ അവൻ സത്യനിഷേധിയായി. قال يا إبليس ما منعك أن تسجد لما خلقت بيدي أستكبرت أم كنت من العالين. അല്ലാഹു ചോദിച്ചു, ഇബ്ലീസേ, ഞാൻ എന്റെ കൈകൊണ്ട് പടച്ചുണ്ടാക്കിയവന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ്? നീ അഹങ്കരിച്ചോ? അതല്ല, നീ പൊങ്ങച്ചക്കാരിൽ പെട്ടുപോയോ? قال أنا خير منه خلقتني من نار وخلقته من طين. ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യനേക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചതോ കളിമണ്ണിൽ നിന്നും. قال فاخرج منها فإنك رجيم. അല്ലാഹു കൽപ്പിച്ചു, എങ്കിൽ ഇവിടെ നിന്നിറങ്ങിപ്പോകണം, സംശയമില്ല, ഇനി മുതൽ ആട്ടിയോടിക്കപ്പെട്ടവനാണ് നീ. وإن عليك لعنتي إلى يوم الدين. വിധി ദിനം വരെ നിന്റെ മേൽ എന്റെ ശാപമുണ്ട്, തീർച്ച. قال رب فأنظرني إلى يوم يبعثون. ഇബ്ലീസ് പറഞ്ഞു, എന്റെ നാഥ, എങ്കിൽ അവർ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ നീ എനിക്ക് അവസരം തരേണമേ. قال فإنك من المنظرين. അല്ലാഹു അറിയിച്ചു, നീ അവസരം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. إلى يوم الوقت المعلوم.
നിശ്ചിതമായ ആ സമയം വന്നെത്തുന്ന ദിവസം വരെ. قال فبعزتك لأغوينهم أجمعين. ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, തീർച്ചയായും ഇവരെയൊക്കെ ഞാൻ വഴിപിഴപ്പിക്കും. إلا عبادك منهم المخلصين. ഇവരിലെ നിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെയൊഴികെ. قال فالحق والحق أقول. അല്ലാഹു പറഞ്ഞു, എങ്കിൽ സത്യം ഇതാണ്, സത്യം മാത്രമേ ഞാൻ പറയുകയുള്ളൂ. لأملأن جهنم منك وممن تبعك منهم أجمعين. നിന്നെയും നിന്നെ പിൻപറ്റിയ മറ്റെല്ലാവരെയും കൊണ്ട് നാം നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. قل ما أسألكم عليه من أجر وما أنا من المتكلفين. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, പിന്നെ ഞാൻ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനുമല്ല. إن هو إلا ذكر للعالمين. ഇത് ലോകർക്കാകമാനമുള്ള ഉദ്ബോധനം മാത്രമാണ്. وَلَتَعْلَمُنَّ نَبَأَهُ بَعْدَ حِينٍ. നിശ്ചിത കാലത്തിനു ശേഷം ഈ വൃത്താന്തത്തിന്റെ നിജസ്ഥിതി നിങ്ങൾ അറിയുക തന്നെ ചെയ്യും.